രാജ്യത്ത് രൂക്ഷമാകുന്ന കാർഷിക പ്രതിസന്ധിക്കെതിരെ രാജ്യവ്യാപക സമരങ്ങൾ ശക്തിപ്പെടുത്താൻ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഹ്വാനം. കർഷക തൊഴിലാളി ഐക്യം ശക്തിപ്പെടുത്താനും ഓഗസ്റ്റ് 10 നടക്കുന്ന രാജ്യവ്യാപക ജയിൽ നിറയ്ക്കൽ സമരത്തിൽ പങ്കെടുക്കാനും മുംബൈയിൽ ചേർന്ന സെൻട്രൽ കിസാൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ദേശീയ അധ്യക്ഷൻ ഡോക്ടർ അശോക് ധാവളെ, ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. മുംബൈയിൽ 2 ദിവസങ്ങളിലായി നടന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ സെൻട്രൽ കിസാൻ കമ്മിറ്റി യോഗത്തിൽ രാജ്യത്തെ കാർഷിക മേഖലയെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ രാജ്യവ്യാപക സമരങ്ങൾ ശക്തിപ്പെടുത്താൻ യോഗം തീരുമാനിച്ചതായി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റിയും കർഷകദ്രോഹ നയങ്ങൾ കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും നടപ്പിലാക്കുന്ന കർഷകദ്രോഹ നയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ഭാവി സമര പരിപാടികളും തീരുമാനിക്കുകയുണ്ടായി. ജൂലൈ 28-ന് ഡൽഹിയിൽ നടക്കുന്ന സംയുക്ത കിസാൻ മോർച്ച ദേശീയ കൺവെൻഷനിൽ സജീവമായി പങ്കെടുക്കാനും ജൂലൈ 29-ലെ ദേശീയ കർഷക തൊഴിലാളി സമര കൺവെൻഷൻ വിജയിപ്പിക്കാനും കിസാൻ സഭ ദേശീയ अध्यक्ष डॉक्टर अशोक धावले आह्वान ചെയ്തു. आम्ही निर्णय असा घेतलेला आहे, सगळ्या देशभरामध्ये प्रचंड जेल भरो आंदोलन प्रत्येक जिल्ह्यामध्ये प्रत्येक तालुक्यामध्ये ഓഗസ്റ്റ് 10-ന് രാജ്യത്തെ എല്ലാ ജില്ലകളിലും നടക്കുന്ന ജയിൽ ബരോ പ്രക്ഷോഭത്തിൽ കർഷകരും തൊഴിലാളികളും കാർഷിക തൊഴിലാളികളും വൻതോതിൽ പങ്കെടുക്കുമെന്ന് ഡോക്ടർ വിജു കൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും യോജിച്ചുകൊണ്ട് ഈ ലേബർ കോഡിനെതിരെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ജയിൽ നിറയ്ക്കൽ സമരം എന്ന തീരുമാനവും ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നമ്മൾ എടുക്കുകയുണ്ടായി. നവംബർ 18 മുതൽ 21 വരെ തെലങ്കാനയിലെ നൽഗോണ്ടയിൽ അടുത്ത അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളനം നടക്കും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.